Good evening, ladies and gentlemen. Welcome to Albin's Opinion. And നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ആൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഈ വർഷം 2025 കണ്ട ഫസ്റ്റ് സിനിമയെക്കുറിച്ചാണ്. ഐഡൻറ്റിറ്റി. ലീഡ് റോൾസിൽ വരുന്നത് ടൊവിനോ തോമസ്, തൃഷ ആൻഡ് വിനയ് റായ് ആൻഡ് മന്ദിര ബേദി ഉണ്ട്. പിന്നെ അജു വർഗീസ് ഉണ്ട്, ഷമ്മി തിലകൻ ചേട്ടനുണ്ട്. അത്യാവശ്യം നല്ലൊരു കാസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് പിന്നെ സംവിധാനം ചെയ്തിരിക്കുന്നത് അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ. റൈറ്റ് ചെയ്തിരിക്കുന്ന ഇവർ രണ്ടുപേരും തന്നെയാണ്. ഇവരുടെ പ്രീവിയസ് വർക്ക് എന്ന് പറയുന്നത് സെവൻത് ഡേ ഉണ്ട്, പിന്നെ ഫോറൻസിക് ഇവരുടെയാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു രണ്ട് ഡയറക്ടേഴ്സാണ് ഇവർ. എനിക്ക് എസ്പെഷ്യലി സെവൻത് ഡേ ആണെങ്കിലും പിന്നെ ഈ ഫോറൻസിക് ആണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. പിന്നെ പ്രൊഡ്യൂസ്ഡ് ബൈ രാജു മല്യത്ത് ആൻഡ് റോയ് സി ജെ. കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു പ്രൊഡക്ഷൻ കമ്പനി കൂടി ഉണ്ടല്ലോ, രാഗം മൂവീസ് കൂടിയാണ്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ ശ്രീ ഗോകുലം കമ്പനി ആണ്, ഗോകുലം മൂവീസ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ബൈ അഖിൽ ജോർജ് ആണ്. കിടിലൻ സിനിമാറ്റോഗ്രാഫി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ ഒരു ടുവേഴ്സ് ദ ക്ലൈമാക്സ് ആൻഡ് ദി ആക്ഷൻ സീക്വൻസിന് കൊടുത്ത സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ഇറ്റ് വാസ് വെരി ഗുഡ്. നല്ല രസമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എഡിറ്റഡ് ബൈ ചമൻ ചാക്കോ. ചമൻ ചാക്കോയുടെ പ്രീവിയസ് വർക്ക് നമുക്ക് നോക്കാം. നല്ല കിടില എഡിറ്റിംഗ് ആണ് ഈ സിനിമയ്ക്കകത്ത്. പുള്ളിയുടെ പ്രീവിയസ് വർക്ക് എന്ന് പറയുന്നത് ജോ ആൻഡ് ജോ. പിന്നെ 2018 പുള്ളിയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. RDX പുള്ളിയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. സൂക്ഷ്മദർശിനി പുള്ളിയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ലൊരു പണി അറിയുന്ന ചേട്ടൻ തന്നെയാണ്. അത് നമുക്ക് ഇതിനെ സിനിമയ്ക്ക് കാണാനും പറ്റും. നല്ല രസമായിട്ട് പുള്ളിയെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സിനിമ. ലൈക്ക് ഇവർ കുറേ പേര് പറയുന്നുണ്ട് പേസിങ്ങിന് ഇഷ്യൂ പറ്റിയിട്ടുണ്ടെന്ന്. പേഴ്സണലി എനിക്ക് പേസിങ്ങിന് വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. എനിക്ക് അത്യാവശ്യം നല്ല എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ തന്നെ. എഡ്ജ് ഓഫ് ദ സീറ്റ് ഇല്ല, ബട്ട് സ്റ്റിൽ ആ ഒരു നമുക്കൊരു ഫീല് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് എടുക്കുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. ആദ്യം ടെക്നിക്കലായി തീർക്കാം. പിന്നെ മ്യൂസിക് ബൈ ജേക്സ് ബിജോയ് വേറെ ലെവലായിരുന്നു. ആസ് ഓൾവേസ് നമുക്ക് നെക്സ്റ്റ് ലെവൽ മ്യൂസിക് ആയിരുന്നു ഇതിനകത്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ജേക്സ് ബിജോയുടെ ഒരു ടെറിട്ടറിയാണ് ഇതുപോലത്തെ പടങ്ങളൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതാണ് ടെക്നിക്കൽ ക്രൂ ആയിട്ടുള്ളത്. അപ്പോൾ ആൻഡ് ദാറ്റ്സ് ഓൾ ദ ടെക്നിക്കൽ ക്രൂ. പിന്നെ ഈ സിനിമ ഇറങ്ങിയത് സെക്കൻഡിനാണ്, പക്ഷെ എനിക്ക് സെക്കൻഡിന് കാണാൻ പറ്റിയില്ല. ഞാൻ ഇന്നലെയാണ് പോയി കണ്ടത് സിനിമ. ആൻഡ് സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു എന്താ പറയുക, ഇത് എല്ലാവർക്കും അങ്ങനെ ദഹിക്കണം. ലൈക്ക് ഇറ്റ്സ് എ വെരി ഡീസൻറ്റ് മൂവി. ഐ എം ടെലിങ് യു, ഇറ്റ്സ് എ വെരി ഡീസൻറ്റ് ത്രില്ലർ മൂവി. പക്ഷേ നിങ്ങൾ തിയേറ്റർ റെസ്പോൺസ് കണ്ടിട്ടുണ്ടാവും. എല്ലാവർക്കും ഒരു ഫസ്റ്റ് ഹാഫിൽ ചെറിയ പ്രശ്നം പറ്റി, സെക്കൻഡ് ഹാഫിൽ ചില ആൾക്കാർക്ക് പ്രശ്നം പറ്റി, നല്ല രസമായിട്ട് തോന്നി. ചില ആൾക്കാർക്ക് ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു, ചില സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ആ ഒരു രീതിയിലുള്ള ഒരു പടമാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എസ്പെഷ്യലി നമ്മുടെ മലയാള സിനിമയിലേക്ക് വരുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേക്കാണ്. ഒരു ത്രില്ലർ ജോണറയിൽ ഒരു ഡിഫറെൻറ്റ് ടേക്കാണ്. ആൻഡ് എന്താ പറയുക, നല്ല രീതിയിൽ റൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് അത്യാവശ്യം വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടൊരു ട്വിസ്റ്റായിരുന്നു. പക്ഷെ ആ ഒരു പ്രഡിക്റ്റബിൾ സാധനത്തിന് അവരുടേതായ രീതിയിൽ അവരത് കുഴപ്പിക്കുക. അതായത് നമ്മൾ തന്നെ ചിന്തിക്കും, ഇത് ഞാൻ ഇങ്ങനെയല്ലല്ലോ ചിന്തിച്ചത്, ഇത് ഇങ്ങനെയല്ലല്ലോ വരണ്ടേ എന്ന് നമ്മൾ ചിന്തിച്ചു. അപ്പം ആ ഒരു രീതിയിലുള്ള റൈറ്റിംഗ് ആണുള്ളത് ഓവറോൾ സിനിമയ്ക്കകത്തുള്ളത്. ആൻഡ് തൃഷയുടെ പെർഫോമൻസിനെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരി ചെയ്ത്. കാസ്റ്റിംഗ് വൈസ് വാസ് വെരി ഗുഡ്. പെർഫോമൻസ് വൈസ് ആണെങ്കിലും കൊള്ളാം. ടൊവിനോ തോമസ് കിടിലായി ചെയ്ത് വെച്ചിട്ടുണ്ട്. തൃശ്ശേരി എനിക്ക് ചെറിയൊരു മിക്സ്ഡ് ഒരു ഫീലിംഗ് ആണ്. അറ്റ് ടൈംസ് പുള്ളിക്കാരി ഈ റോളിനെ ചെയ്യാൻ സത്യം പറഞ്ഞാൽ വലുതായിട്ടൊന്നും ഇല്ല. കാരണം പുള്ളിക്കാരിയെ ഡിമാൻഡ് ചെയ്യുന്ന റോളല്ല ഇത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം ഈ റോൾ. സോ അവിടെ മാത്രമേ ഉള്ളൂ എനിക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയത്. അതത് എന്തായാലും എനിക്ക് സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഇതിൻ്റെ ആക്ഷൻ സീക്വൻസസ്, ആക്ഷൻ സീക്വൻസസ് കൊറിയോഗ്രാഫി ചെയ്തത് യാനിക് ബെന്നും. പിന്നെ യാനിക് ബെൻ സായിപ്പാണ്. പിന്നെ ഫീനിക്സ് ബാബു ആണ് സ്റ്റണ്ട് ചെയ്തേക്കുന്നത്.
അത്യാവശ്യം നല്ല രസമായിട്ട് അവർ ചെയ്തത്. എസ്പെഷ്യലി ആ ഒരു കാർ ചേസ് സീക്വൻസും പിന്നെ ഫ്ലൈറ്റിലെ ഒരു സാധനം വന്നപ്പോൾ എന്താ പറയുക, അത് ഞാൻ ഈ വേറൊരു വീഡിയോയിലും കണ്ടായിരുന്നു ആ ഒരു പ്രശ്നം പറഞ്ഞത്. ഫ്ലൈറ്റിൻ്റെ ആ ഒരു ഹൈറ്റ് അത് ഒരു പ്രൈവറ്റ് ജെറ്റ് ആയിട്ടാണ് അവർ കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ ആ ഒരു ഹൈറ്റ് പ്രശ്നം എനിക്ക് അതായത് നമുക്ക് ഫുള്ളി നിൽക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റ് ഞാൻ കണ്ടിട്ടില്ല പ്ലെയിനിൽ. ഞാൻ പ്രൈവറ്റ് ജെറ്റിൽ കയറിയിട്ടില്ല, ഞാൻ പ്ലെയിനിൽ കണ്ടിട്ടില്ല അങ്ങനെ. ഇനിയിപ്പോൾ പ്രൈവറ്റ് ജെറ്റിൽ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പേഴ്സണലി എനിക്ക് തോന്നിയ ഡൗട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് ടു ടെൽ മീ, ഓക്കെ? അപ്പോൾ എനിക്ക് തെറ്റ് പറ്റിയതാണോ അവിടെ ലോജിക്കിൻ്റെ പ്രശ്നം. പിന്നെ എന്താ പറയുക, അപ്പോൾ അങ്ങനത്തെ ഒരു പടമാണിത്. പിന്നെ ഒരു നോൺ ലീനിയർ പരിപാടി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഈ സിനിമയ്ക്ക്. നോൺ ലീനിയർ പരിപാടി പിടിച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. സോ യാ, ആൻഡ് ഈ സിനിമയ്ക്കകത്തും അറ്റ് ടൈംസ് നമ്മൾ ലോജിക്ക് മറന്നു പോകും. കാരണം നമുക്ക് അവിടെ തോന്നുന്നു അതൊക്കെ ഇങ്ങനെ വരുമോ, അത് ഫോറൻസിക്കിനകത്തും ഉണ്ട് അങ്ങനത്തെ കുറച്ച് സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ സംഭവങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, പടത്തിൻ്റെ ഡ്യൂറേഷനാണ് ഞാൻ പറഞ്ഞത്. പേസിങ് എനിക്കൊരു പ്രശ്നം വലിയ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെന്താ പറയുക, പിന്നെ പടത്തിൻ്റെ ഒരു ഇടയ്ക്കുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് പടത്തിനകത്ത്. അതായത് ഈ ഓൺലൈൻ തട്ടിപ്പ് പരിപാടി അത് ഇതിനകത്ത് അവരെടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ അവർ റൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ഒരു സംഭവം, ആ ഒരു ചെറിയൊരു ത്രെഡിനെ അവരെടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ ഇതൊരു വൺ ടൈം വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരു എന്താ പറയുക, ക്രിസ്റ്റഫർ നോളൻ അപ്രോച്ച്, അതായത് ടെനറ്റ് പോലത്തെ ഒരു പടമൊക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് എവിടേക്കോ ഒരു ടെനറ്റ് ഉണ്ട്, മനസ്സിലായി. ഇപ്പം ടെനറ്റ് ആണെങ്കിലും വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള പടമാണ്. എനിക്ക് ഇതുവരെയായിട്ടും മര്യാദയ്ക്ക് ആ പടത്തിൻ്റെ കഥ ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ടെനറ്റ് അല്ല, ബട്ട് സ്റ്റിൽ ആ ഒരു ടെനറ്റിൻ്റെ പോലത്തെ ഒരു പടമാണ്. അതായത് അതേപോലത്തെ നമ്മളെ ചെറുതായിട്ട് കുഴപ്പിക്കുന്ന ഒരു പടമാണിത്. ആൻഡ് യാ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഐഡൻറ്റിറ്റി. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളുടെ അഭിപ്രായം, ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് യാ, so that's all about identity, and until the next video, bye guys.